വാട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ കണ്ടീഷനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഇതിനെ പോളൻ സിൻഡ്രം എന്നാണ് പറയുന്നത്. അപ്പോൾ പലരും നമ്മുടെ അടുത്ത് ചോദിക്കാറുള്ള ഒരു സംശയമായിരുന്നു ഇത്. അതായത് ഈ പോളൻ സിൻഡ്രത്തിന് എന്തെങ്കിലും ഒരു ക്യൂർ ഉണ്ടോ, ഇത് എങ്ങനെയാണ് ഇത് അറിയാൻ വേണ്ടി സാധിക്കുന്നത്? അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പോളൻ സിൻഡ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും മാക്സിമം നമുക്ക് എത്ര നേരത്തെ ഇത് കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നു അത്രയും നേരത്തെ ചികിത്സിച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി നമുക്ക് ക്യൂർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ഇത് പലർക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ട്രീറ്റ് ചെയ്യാവുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, അതുപോലെ ഡയഗ്നൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായേക്കാം, അതുപോലെ തന്നെ ഇത് നമ്മൾ എങ്ങനെയാണ് പെട്ടെന്ന് നേരത്തെ തിരിച്ചറിയാനുള്ള സയൻസ് എന്തൊക്കെയാണെന്നൊന്നും പലർക്കും അറിയത്തില്ല. അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ജനനത്തിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ, ഒരു ഫിസിക്കൽ കണ്ടീഷനാണ് ഈ പോളൻ സിൻഡ്രം എന്ന് പറയുന്ന ഒരു സംഭവം. പക്ഷേ പ്യൂബർട്ടി ഒക്കെ ഹിറ്റ് ചെയ്യുമ്പോഴാണ് പലരും ഇതറിയുന്നത്. അപ്പോഴത്തേക്ക് ഒരുപാട് വൈകി പോയിട്ടുണ്ടായിരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് നമ്മൾ ചില ഭാഗത്തൊക്കെ നമ്മുടെ മസിൽസ് അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് കാണുന്ന ആ ഒരു കണ്ടീഷനെയാണ് മെയിനായിട്ട് ഈ പറയുന്ന പോളൻ സിൻഡ്രം എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഈ പോളൻ സിൻഡ്രത്തിൽ നമ്മുടെ ചെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫിംഗേഴ്സ് അവിടെയൊക്കെ ആയിരിക്കും പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം. നേരെ നമുക്ക് നമ്മുടെ വീഡിയോ ഓക്കെ. അപ്പോൾ നാഷണൽ ഹ്യൂമൻ ജീനോം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പഠനത്തിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 10,000 മുതൽ 1,00,000 പേര് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് ഈ പറയുന്ന പോളൻ സിൻഡ്രം ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വേറെ പല റിസർച്ചേഴ്സും പറയുന്നത് 20,000-ൽ പരം പുതിയതായിട്ട് ജനിക്കുന്ന കുട്ടികളിൽ ഒരാൾക്കെങ്കിലും ഈ പറയുന്ന രീതിയിൽ പോളൻ സിൻഡ്രം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഒരു കാരണവശാലും വിട്ട് കളയേണ്ട ഒരു സില്ലി ആയിട്ടുള്ളൊരു മാറ്റർ അല്ല ഇത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ കൊച്ചിന് എന്തെങ്കിലും ഒരു വേരിയേഷൻ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് നോക്കി കഴിയുമ്പോൾ ആ സിമെട്രിയിലോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മസിൽസിലോ ഒന്നും നമുക്ക് പെട്ടെന്ന് വേരിയേഷൻസ് ഒന്നും കാണാൻ വേണ്ടി സാധിച്ചോളണം എന്നില്ല. പക്ഷേ ചില സയൻസ് വെച്ചിട്ട് നമുക്ക് അതിനെ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ സിംറ്റംസിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അസിമെട്രിക് ആയിട്ടുള്ള ഒരു ബോഡി ഷേപ്പ് ആയിരിക്കും നമുക്ക് ആദ്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് മാത്രമല്ല നമുക്ക് ഈ പറയുന്ന രീതിയിൽ ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് അല്ല റിബ് കേജിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ അണ്ടർ ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ പോളൻ സിൻഡ്രം അഫക്റ്റ് ചെയ്തേക്കുന്ന ഒരു സൈഡിൽ ചെസ്റ്റ് മസിൽസിൻ്റെ അളവ് കുറവായിരിക്കും. അതായത് നമ്മളിപ്പോൾ സാധാരണ ചെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺവെക്സ് രീതിയിൽ പുറത്തോട്ട് തള്ളിയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ പോളൻ സിൻഡ്രം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തെ ആ ബാധിച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്തെ ചെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺകേവ് രീതിയിൽ അകത്തോട്ട് കുഴിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അത് മാത്രമല്ല ഈ പറയുന്ന അഫക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു സൈഡിലെ വിരലുകൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പലർക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെബ്ഡ് ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും. വെബ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വിരലൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സയാമീസ് ഇരട്ടകളെ കണ്ടിട്ട് എന്ന് പറഞ്ഞ കണക്ക് ഈ പറയുന്ന ഫിംഗേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെബ്ഡ് ആയിട്ടിരിക്കും, രണ്ടും ചേർന്നിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കണ്ടീഷൻ നമുക്ക് ഈ കുഞ്ഞുങ്ങളിലാണെങ്കിലും നമുക്ക് പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളിലാണെങ്കിലും ഈ വിരലിനൊക്കെ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ചെസ്റ്റിനൊക്കെ കോൺകേവ് രീതിയിലൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സിമ്മട്രി തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നതിനും എളുപ്പത്തിൽ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ റിബ് കേജിന്റെ പൊസിഷനിലും ഒരുപാട് കാര്യമുണ്ട്. ഈ പറയുന്ന അഫക്റ്റഡ് ആയിട്ടുള്ള സൈഡിൽ റിബ് കേജിന്റെ ഡെവലപ്മെന്റും വളരെ എന്താ പറയേണ്ടത് അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അണ്ടർ ആംസിലുള്ള രോമം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് പ്യൂബർട്ടി ഹിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ആ രോമത്തിന്റെ വളർച്ചയൊന്നും അവിടെ ഉണ്ടാകത്തില്ല. അത് മാത്രമല്ല ഈ പറയുന്ന രീതിയിൽ നിപ്പിൾസ് ചിലപ്പോൾ കാണാനുള്ള സാധ്യതയില്ല. അതായത് ചെസ്റ്റിന്റെ നിപ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. ഫീമെയിൽസിന്റെ കേസിലോട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ തന്നെയാണ് വരുന്നത്. അതായത് ബ്രസ്റ്റിന്റെയൊക്കെ ആ ഒരു വളർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന രീതിയിൽ പോളൻ സിൻഡ്രം ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് സിംറ്റംസ് മെയിനായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന സിംറ്റംസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇതിനെ എങ്ങനെ ഡയഗ്നൈസ് ചെയ്യാം എന്നുള്ളതാണ് അടുത്തായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഡയഗ്നൈസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. രണ്ട് രീതിയിലല്ല, നമുക്ക് 3 രീതിയിൽ ചെയ്യാം. മെയിനായിട്ട് ഫിസിക്കലായിട്ട് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ സിംറ്റംസ് എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ പറയുന്ന ഒരു പോളൻ സിൻഡ്രം ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഈ പറയുന്ന ഡോക്ടറിനെ നിർണ്ണയിക്കാൻ വേണ്ടി സാധിക്കും. അല്ലാത്ത പക്ഷം അവർക്ക് CT സ്കാൻ അല്ലെ എക്സ്റേ ഒക്കെ എടുത്തിട്ട് ഈ പറയുന്ന ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പം CT സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഈ പറയുന്ന മസിൽസ് ഏതൊക്കെ മസിൽസിനാണ് അണ്ടർ ഡെവലപ്മെന്റ് ഉള്ളതെന്നുള്ള CT സ്കാൻ വെച്ച് നമുക്ക് തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ട് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ എക്സ്റേസ് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും എല്ലിൻ്റെ ഒക്കെ ആ ഒരു അണ്ടർ ഡെവലപ്മെന്റ്, ഏതൊക്കെ എല്ലിനാണ് പ്രോബ്ലംസ് ഉള്ളത്, ഏതൊക്കെ എല്ലാണ് അഫക്റ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളത് പറയുന്ന എക്സ്റേ എടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ ഡയഗ്നോസിസ് പോസിബിൾ ആണ്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ പറയുന്ന ഒരു അസുഖം ഉണ്ടാകുന്നതിനെ പറ്റിയായിരിക്കും നമ്മൾ ഇനി അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. കറക്റ്റായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും റിസർച്ച് കണ്ടെത്തിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ പറയുന്ന ഒരു പ്രോബ്ലം ഫീറ്റസ്, അതായത് വയറ്റിൽ കിടക്കുന്ന ഫീറ്റസ് 6 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേനാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള സാധ്യത എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞ രീതിയിൽ റിബിൻ്റെ ഭാഗത്തുള്ള ടിഷ്യൂ
ടിഷ്യൂസിലോട്ടും അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ ഭാഗത്തുള്ള ടിഷ്യൂസിലോട്ടും ഒന്നും കറക്റ്റായിട്ടുള്ള രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കാത്തത് കൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ പോളൻ സിൻഡ്രോം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ പറയുന്ന റിസർച്ചേഴ്സൊക്കെ കണ്ടെത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അസുഖത്തിൻ്റെ കാരണം എന്നുള്ളത് നമുക്ക് അവിടെ നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. പോസിബിളായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ബ്ലഡ് ചെല്ലാത്തതെന്നുള്ള കാരണമൊന്നും യാതൊരു റിസർച്ചേഴ്സിനും അറിയത്തുമില്ല. അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഈ ചികിത്സ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ചികിത്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് സർജറി തന്നെയാണ്. അപ്പോൾ പ്ലാസ്റ്റിക് സർജറി എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് നമ്മൾ ഈ പറയുന്ന ഒരു മസിൽസ് എടുത്തിട്ട് ഈ പറയുന്ന നമുക്ക് പ്രോബ്ലം ഉള്ള അല്ല അഫക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു പാർട്ടിലോട്ട് വെച്ച് സർജറി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ നേരത്തെ ഗ്രാഫ്റ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ പറഞ്ഞു തന്നു ഈ പറയുന്ന ഇതിൽ റിബ്സിൻ്റെ ഭാഗത്തും പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഈ പറയുന്ന മിസ്പ്ലേസ്ഡ് ആയിട്ടിരിക്കുന്ന ഈ പറയുന്ന റിബ്സ് ഒക്കെ എടുത്ത് കറക്റ്റ് പൊസിഷനിലോട്ടൊക്കെ വെച്ച് പക്കയാക്കിയും ഈ പറയുന്ന രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ കണ്ടീഷനാണ് നമ്മുടെ ഈ പറയുന്ന പോളൻ സിൻഡ്രോം. ഇനി നമുക്ക് ഈ പറയുന്ന പോളൻ സിൻഡ്രത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ നമുക്ക് എത്തിപ്പിടിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അതായത് നമുക്ക് വെയിറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ സാധാരണ അഫക്റ്റ് ആകാത്ത പാർട്ട് വെച്ചിട്ട് കൂളായിട്ട് നമുക്ക് വെയിറ്റുള്ള സംഭവങ്ങൾ എടുക്കാൻ പറ്റുമെങ്കിൽ ഈ അഫക്റ്റ് ആയിട്ടുള്ള പാർട്ട് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കൈ എത്തിപ്പിടിക്കുന്ന റേഞ്ച് ഓഫ് മോഷൻ, നമുക്ക് ബാക്കിയുള്ള നമ്മുടെ പാർട്ടുകളൊക്കെ മൂവ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഈ പറയുന്ന പോളൻ സിൻഡ്രോം ബാധിച്ചിട്ടുള്ള ആ സൈഡ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണമെന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ വളരെ വിരളമായിട്ട് തന്നെ ഈ പറയുന്ന സ്പൈനൽ കോഡിനൊക്കെ ചിലപ്പോൾ പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട്, നട്ടലിനൊക്കെ ചിലപ്പോൾ ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിഡ്നി ട്രബിൾസും കിഡ്നി പ്രോബ്ലംസും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ വിരളമായിട്ടുള്ള രീതിയിൽ കാണുന്നുണ്ട്. അത് പേഴ്സൺ ടു പേഴ്സൺ നമുക്ക് ഇതിൻ്റെ സിവിയറിറ്റി എത്രത്തോളം സിവിയർ ആണെന്നുള്ളത് പേഴ്സൺ ടു പേഴ്സൺ ചേഞ്ച് ആവുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അത് ചിലർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ ഈ ഒരു പ്രോബ്ലം വരുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിസിക്കൽ കണ്ടീഷൻ വരുന്നത് കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും. പക്ഷേ ചിലരിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വളരെ കുറച്ച് മൈന്യൂട്ട് ആയിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ ഈ പ്രോബ്ലം കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് പേഴ്സൺ ടു പേഴ്സൺ ചേഞ്ച് ആകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എക്സർസൈസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം ഞാനിപ്പോൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, നമ്മൾ വർക്കൗട്ട് ചെയ്യാതെ ഇരിക്കുന്ന ഒരു കണ്ടീഷനിൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ വളരെ വീക്കായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോളിന് ബാധിച്ച ആ ഭാഗത്ത് മസിൽസ് ഡെവലപ്പായി വരും എന്നല്ല ഞാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള നമുക്ക് അവിടെ ഉള്ള മസിൽസിന് നമുക്ക് കുറച്ചുകൂടെ പവർ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ പവർ കൊടുത്ത് കഴിയുമ്പോൾ അതിന് സ്ട്രെങ്ത് കൂട്ടി കഴിയുമ്പോഴത്തേനും നമുക്ക് കൂടുതൽ നമുക്ക് നോർമലി എടുക്കുന്നതിലും കൂടുതൽ വെയിറ്റ് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ റേഞ്ച് ഓഫ് മോഷൻ നന്നാക്കാനുള്ള വർക്കൗട്ടുകളും എല്ലാം ഈ പറയുന്ന ജിമ്മിലുണ്ട്. മാത്രമല്ല ഞാൻ ഈ മേളിൽ പറഞ്ഞ ഈ പ്രോബ്ലം ഈ പറയുന്ന കോംപ്ലിക്കേഷനൊക്കെ ഉപരിയായിട്ട് ഇവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെൻ്റലായിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോളജിയിലായിട്ടുള്ള പ്രോബ്ലം തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകൾ കണ്ടു കഴിയുമ്പോഴത്തേനും നമുക്കിങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്തിട്ടുള്ള ഒരു വിഷമവും സങ്കടവും സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം അവരുടെ മൈൻഡിൽ ഓൾറെഡി ഉണ്ടായിരിക്കും. അപ്പോൾ ജിമ്മിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ട്രെസ്സൊക്കെ ഒരു പരിധിക്ക് വരെ നമുക്ക് കുറച്ച് നിർത്താൻ വേണ്ടി സാധിക്കും. മാത്രമല്ല ഫിസിക്കലി നമുക്ക് കുറച്ചുകൂടെ സ്ട്രെങ്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഈ പറഞ്ഞ റേഞ്ച് ഓഫ് മോഷൻ കാര്യങ്ങളെല്ലാം കൂട്ടിക്കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി എന്നാണ് ഞാൻ കരുതുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും താഴെ കൊടുക്കുന്നുണ്ട്. അപ്പം ഡെഫിനറ്റ് ആയിട്ട് മറ്റേ കിടക്കും വീഡിയോ നോക്കാം.